What is the secret of your marriage? കാരണം on the face of it, it looks very smooth, but it's not easy. You're working, you're traveling, you all over the place, പല ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇൻസെക്യൂർ ആവാൻ ഇഷ്ടംപോലെ കാരണങ്ങൾ കാണും, മുരളിക്കും കാണും, ഫോർ യു ഓൾസോ. അപ്പോൾ ഹൗ ഡു യു മേക്ക് ദിസ് മാരേജ് വർക്ക്? വാട്ട് ഡു യു തിങ്ക് ഇസ് എ സീക്രട്ട് ടു ഇറ്റ്? ഐ തിങ്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയില്ല, അത് ചുമ്മാ എല്ലാവരും പറയുന്ന അണ്ടർസ്റ്റാൻഡിങ് അല്ല കേട്ടോ. നമ്മളെപ്പോഴും പറയും പ്രേമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നല്ല വശങ്ങളെ കാണിക്കുള്ളൂ എന്ന്. ബട്ട് ഐ തിങ്ക് ഞങ്ങൾ രണ്ടുപേരും ഏറ്റവും മോശം വശങ്ങളെ കാണിച്ചിരിക്കുന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റില്ല, കാരണം വേറെ ഒന്നുമില്ല. ദർ വേർ സിറ്റുവേഷൻസ്, എൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഇത് കരിയർ റിലേറ്റഡ് ആയിട്ടൊന്നുമല്ല ഞാൻ പറയണേ. നമ്മൾ രണ്ടുപേരും വിചാരിച്ചു ഇത് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പിൽ എത്തും എന്ന് വിചാരിച്ചൊരു ഒരു പോയിന്റ് ഉണ്ട്, ഈവൻ ആ ഫാമിലീസ് തോട്ട്. പക്ഷെ അങ്ങനത്തെ സിറ്റുവേഷനിലും എന്നെ തിരിച്ച് കൊണ്ടുവന്ന ഒരാളായിരുന്നു മുരളി. അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഡിസൈഡ്. കാരണം എൻ്റെ ലൈഫിൽ ഇതുവരെ എന്ത് നടന്നിട്ടുണ്ടോ ഓപ്പണായിട്ട് ഇതുവരെ ഫുൾ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കുന്ന ഒരൊറ്റ ആളേ ഉള്ളൂ, മുരളി മാത്രമേ ഉള്ളൂ. ഈവൻ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാവുന്ന ആൾക്കാർ എനിക്കറിയില്ല. അത് എല്ലാ കാര്യങ്ങളും എൻ്റെ നല്ലതായാലും ശരി ദോഷവശമായാലും ശരി എല്ലാം പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യമുള്ള ഒരു സീക്രട്ട് പോലും ഇല്ല എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം എല്ലാം പുള്ളിക്കറിയാം. ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറം നെഗറ്റീവ് സൈഡായിരിക്കും, ബട്ട് സ്റ്റിൽ അതൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ എന്നെ തിരിച്ചു പിടിച്ച വ്യക്തിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഐ നീഡ് ടു ഹോൾഡ് ഇറ്റ് ടൈറ്റ്. കാരണം ഇത്രയും വഷളായിട്ടും എന്നെ ഒരാൾ അത്ര അധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഹി വുഡ് നെവർ ലീവ് മീ. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ നോ ദ വാല്യൂ ഓഫ് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ജസ്റ്റ് ഡോണ്ട് വാണ്ട്, ഐ എം ഹോൾഡിങ് ഹിം ടൈറ്റ് റൈറ്റ് നൗ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്തൊരു കാര്യം ഇപ്പം നടന്നാലും, ഇപ്പം നല്ലത് നടന്നാലും ചീത്ത നടന്നാലും അതിൻ്റെ എന്തൊരു വശം ഉണ്ടെങ്കിലും വി ജസ്റ്റ് ഡിസ്കസ്. ഈ സംസാരിക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിൽ ആർക്കും ഇല്ലാത്തത്. നമ്മൾ നല്ല വശങ്ങൾ കാണിക്കും, പെട്ടെന്നൊരു ചീത്ത സൈഡ് വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ആരും അത് സോൾവ് ചെയ്യാനായിട്ട് നിൽക്കത്തില്ല. ഇപ്പം ഞങ്ങളുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ കണ്ടിട്ടുള്ള നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും പറയും ശിവതയും മുരളി ഇപ്പോൾ വഴക്കുണ്ടാക്കിയോളൂ, ബട്ട് ഒരു ഹാഫ് ആൻ അവർ മാക്സിമം വി ആർ ബാക്ക് ടു നോർമൽ. ഇത് കഴിഞ്ഞ് ഇപ്പോഴായിരിക്കും ഡിസ്കസ് ചെയ്യുക. രാത്രി അരുന്ധതി ഉള്ളപ്പോൾ നമ്മൾ അങ്ങനെ വഴക്കുണ്ടാവില്ല, ഓണസ്റ്റ് ആയിട്ട് പറയാൻ, ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു സീ ദിസ്. അപ്പം ഞങ്ങൾ ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ഞങ്ങൾ ഇരുന്ന് രാത്രി ഇരുന്ന് ഇത് ചെയ്ത് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ലെന്ന് തന്നെ പറയും. അപ്പോൾ ആരുടെ സൈഡാണോ തെറ്റ് ഒരു സോറി ചോദിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ ചെയ്യാത്തത് എല്ലാവരും ചെയ്യാത്തത് ആ ഒരു കാര്യമാണ്. ഒന്ന് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല വല്ലപ്പോഴും. ബിക്കോസ് ദർ ഇസ് വൺ പേഴ്സൺ ഫോർ യു. അദ്ദേഹത്തിൻ്റെ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളമാണ്, പക്ഷേ എല്ലാവരുടെ കാര്യത്തിൽ ഇതായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രീംസിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് എനിക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അത്രയും സാക്രിഫൈസ് ചെയ്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുക്കുന്നതുകൊണ്ട് ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ദർ ഇസ് എനി പ്രോബ്ലം.